അല്ല നിങ്ങളെ സങ്കടമൊക്കെ കണ്ട വീട്ടിലാരോ മയ്യത്തായ പോലെയാണല്ലോ. അവരെ മോനെ പോലെ വളർത്തിയതാണ് സാർ. ഞാൻ എന്റെ ജീവനാണ് സാറേ സ്കൂട്ടർ. സ്കൂട്ടറോ? ആ, അതില്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ആരോ കട്ടോണ്ട് പോയി. ഒന്ന് കണ്ടുപിടിച്ച് തരാം സാറേ. ആ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആകെ കഷ്ടപ്പെടും. ഒരു വണ്ടിയല്ലേ ഇത്? ഏതാ വണ്ടി ഇത്? സാറ് സ്കൂട്ടറാണ്. ഒരു സ്കൂട്ടറൊക്കെ കാണാതെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സാറ് ഞങ്ങൾക്കത് വലിയ കാര്യമാണ്, സാറിന് അറിഞ്ഞൂടാ. അവരെ മോനെ പോലെയാണ് നോക്കണം. പൊന്നൂന്ന് പേര് വിട്ടിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഉറപ്പല്ലേ? ആ സർ, എന്തേ മോനാ? നമ്മുടെ റെയിമിന്റെ ഫാൻസി കട ഒത്തു തുറന്ന കള്ളൻ കുമാരനില്ലേ, ആ അയാൾ ആ പപ്പേട്ടന്റെ കള്ളി ഷാപ്പിൽ 2 ദിവസമായിട്ട് വന്നു പോകുന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ആണോ? എന്ത് ചെയ്യണ്ടേ? ആ ഇക്കാക്കനോട് പറയും. അല്ല സാറല്ലേ സാറേ SI. ഇക്കാക്കനോട് പറയും. ഇക്കാക്ക ആയിക്കോളൂ. അത് ഇക്കാക്കല്ല എന്റെ മൂത്ത്. മുപ്പരുള്ളപ്പോ ഞാനും ചെയ്യണത് ശരിയല്ല. ഇവരോട് പറയും. സാറേ ഇതിപ്പോ എന്നാണ് കാണാണ്ടായെന്ന് പറഞ്ഞ്? 2 ദിവസമായി. 2 ദിവസമായി. എന്താ ജിന്നെ വിളിച്ചോ? ആ ഇരിക്ക് ഇല്ല, ഇക്ക ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരും. അതെ, ആ കുമാരന്റെ കാര്യം മോനും പറഞ്ഞില്ലേ? അത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. ആ ജിരിക്കടോ. ഇതെന്താ കേസ്? ഇക്ക സാറേ അതെ ഇവരെ പൊന്നൂനെ കാണാനില്ല. എത്രയല്ല പഠിക്കുന്നത്? അല്ല, പൊന്നു ഇവര് സ്കൂട്ടറാണ് എന്റെ സ്കൂട്ടർ. പൊന്നൂന്ന പേരിട്ടേക്കുന്നത് അവർ വിളിക്കുന്നത്. അതിന് നിലവിളിയൊക്കെയാണ് കണ്ടില്ല നിങ്ങള്? സ്കൂട്ടറാണ് സാറേ. അവർക്ക് അത്രയും പൊന്നു പോലെ നോക്കി. ശരി. ഇതിപ്പോ എന്നാ പോയത്? 2 ദിവസമായി. 2 ദിവസമായി. അല്ല, ഇതിപ്പോ ആർക്കും വിൽക്കാൻ പോവാ? 19,000 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു സാർ. ആർക്കത് വിൽക്കാൻ വെച്ചേ? സുഗതൻ എന്ന് പറഞ്ഞിട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ സുഹൃത്തും തന്നെ കട്ടതാണെങ്കിലോ വണ്ടി? അതൊന്നാവില്ല മോനെ, അതാവില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഇത് മറ്റേ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ കൊടുക്കണ ആളല്ലേ. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ഇവിടെ വണ്ടി എത്ര ഇരിക്കുന്ന അയാളുടെ അടുത്ത്, അത് തന്നെ കൊടുക്കാൻ പറ്റാത്ത ആള് പിന്നെ വേറെ ഉണ്ടെന്ന് നോക്കുക. അതെ അതെ. ശരി. എങ്ങനെയാലും കണ്ടുപിടിച്ച് തരണോ സാറേ? എന്തോപ്പാ? ഇക്കാക്ക ഇവിടെ ഉണ്ട്. ഇല്ല, ഫോൺ സൈലന്റാ. ആ ഫോണ് കയ്യിൽ തന്നെ ഇല്ല. എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കപ്പാ. എന്തേനി? തൈലോ? എന്തോ തൈലത്തിന്റെ കാര്യം തരണു ഉപ്പ. എന്താപ്പാ? അതെ, തീർന്നു അല്ലേ? കുഴപ്പമില്ല, ഞാൻ കൊണ്ടിട്ടുണ്ട്. ഞാൻ വരുമ്പോ കൊണ്ടിട്ടുണ്ട് കേട്ടാ. ഞാൻ മേടിച്ചിട്ടേ മൊയ്തുവിന്റെ അടുത്ത് ഓർത്തേക്കാ. ആയിക്കോട്ടെ. നിങ്ങൾ മൊബൈൽ ഇടുകൊണ്ടിരിക്കണേ? അല്ല, ഞാൻ ഭക്ഷണം കഴിക്കണ നേരത്തെ കൈ കഴിക്കുമ്പോ അവിടെ വെച്ചാ. അപ്പൊ നിങ്ങൾ നിക്കണ്ട, നിങ്ങള് പോയിക്കോളി. എന്താ ചെയ്യപ്പത്? അയ്യല്ലേ തീരുമാനിക്കണ്ടേ. പരാതി എഴുതി മേടിക്കേ. ഇക്ക പിടിച്ചാ മതി. നിങ്ങൾ പിടിച്ചാ മതി. എന്താ പറഞ്ഞത്? എന്താ നമ്മുടെ പേരയിലെ കാര്യം? ഇത് ഇയല്ലേ SI, പരാതി എഴുതി വാങ്ങ്. ശരിയാണ്. അപ്പൊ നിങ്ങളൊരു പണി ചെയ്തേ, നിങ്ങളൊരു പരാതി എഴുതിട്ടേ ശരി കേട്ടോ. പരാതി SI സാറിന് കൊടുക്കണോ ഇക്ക സാറിന് കൊടുക്കണോ? ആർക്കാ എഴുതണം? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ട് അതിന്റെ പരാതി ആർക്കാ കൊടുക്കല്? കോൺസ്റ്റബിളിനാ കൊടുക്ക? ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. എന്നാ SIക്കാണ് കൊടുക്കണ്ടേ. എന്നിട്ട് SI തീരുമാനിച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോ ഞങ്ങൾ പോയി അന്വേഷിക്കും. ഞങ്ങള് ഒരു അന്വേഷണം നടത്താം കേട്ടോ. ഇപ്പൊ സങ്കടപ്പെടുന്നും വേണ്ട, നമുക്ക് പിടിക്കാം. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? സത്യശീലൻ. സത്യശീലൻ. പോയിട്ട്. എന്നാ ചെല്ലി. ശരി ബസ്. ആയിക്കോട്ടെ. സാർ എങ്ങനെയെങ്കിലും അന്വേഷിച്ചു. കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അന്വേഷിക്കട്ടെ. അത് ഭാഗ്യം പോലെ ഇരിക്കും. നോക്കാം, നമുക്ക് അന്വേഷിക്കട്ടെ. ഒരു സ്കൂട്ടർ പോയതിന്റെ പേരില് നിലവിളിയൊക്കെ. മറ്റാളെ ഈ സത്യശീലൻ എന്ന് പറഞ്ഞ ആളുടെ ആ കരച്ചിലേ, ഒരു കള്ള കരച്ചില്. മൂപ്പർക്ക് പണിക്ക് പോകണ്ടല്ലോ, ഇനി സ്കൂട്ടർ പോയല്ലോ. എന്തായാലും മന്മത, നമ്മൾ ഇപ്പൊ ചെയ്ത പരിപാടി നന്നായി. അതല്ലായിരുന്നെങ്കിണ്ടല്ലോ അത് ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോവില്ല. നമ്മളെ കൊണ്ടേ പോവും. എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നണില്ല. അതെന്താ? ആ ഐഡിയ ചിലപ്പോ ഏതെങ്കിലും കാരണവശാല് പരാജയം ആവോന്ന് എന്റെ ഉള്ളിലൊരു ഞാൻ പറഞ്ഞ ഐഡിയ മതിയായിരുന്നു. അതായിരുന്നു നല്ലത്. രാഘട്ടാ, ഇരിക്കെ. ഇരിക്കാനല്ല വന്നേ. പൈസ എടുക്ക്. ചായ എടുക്കാനാട്ടോ. ചായ എനിക്കിരിക്കണ്ട. എന്റെ പൈസ എടുക്ക്.
എനിക്ക് ഒന്നും ഇരിക്കാനൊന്നും ഞല്ല ഞാൻ പതിന്. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, ഞാനിവിടെ വന്ന് കടന്ന് പറഞ്ഞിട്ടില്ലേ? ചേട്ടാ സമാധാനം. സമാധാനമൊന്നുമില്ല. പ്രഷറൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതല്ല ഞാൻ നോക്കി അതിന് കുടി അയക്കുന്നുണ്ട്. രാഘവട്ടാ, രാഘവട്ട സംഭവം ഒന്നും അറിഞ്ഞില്ലേ? എന്തെന്ന് പോയി. എന്തെന്ന് രാഘവട്ട എന്തെല്ലാം പ്രതീക്ഷയോടെ വെച്ച് നമ്മൾ നോക്കിയിരുന്നത് പറയാ. സ്കൂട്ടർ പോയി. അത് കട്ടുണ്ടോയി. ആര് ആരാണ്ടായി? കള്ളന്മാരുകൊണ്ടുപോയി. അതല്ല, ഇതൊന്നും ഞാൻ വിശ്വസിക്കൂല. സത്യം സത്യം. ചേട്ടാ ഞാൻ എല്ലാത്തിനും സാക്ഷിയാണ്. ഞാനും ഈ സത്യനും കൂടെ ഞങ്ങൾ വണ്ടി വിൽക്കാനായിട്ട് പോയി, എല്ലാം സംസാരിച്ച് തുകയെല്ലാം ഓക്കെ ആയി. അടുത്ത ദിവസം രാവിലെ സ്കൂട്ടർ പോയി, മോഷണം പോയി. പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. അവർ കണ്ടെത്തി തരും. കണ്ടെത്തി തന്നാൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ വണ്ടി കൊടുക്കുന്നു, കാശ് മേടിച്ച് രാഘവന് തരുന്നു. അതാരെന്നേരം ആളാവില്ലേ? ആരാവളെ? അത് നിന്നെ ഒരു വിശ്വാസമില്ല എനിക്ക്. ഒരു വിശ്വാസവും സത്യ എന്നെ വിശ്വാസമുണ്ടോ? നീ ആളാവണം. ഇല്ലെങ്കിൽ ഞാൻ ആടെ വന്ന് കിടക്കും. നിന്റെ സ്കൂട്ടർ എത്രയും പെട്ടെന്ന് പോലീസ് സ്കൂട്ടർ കണ്ടെത്തി തരുവോ? അപ്പ അടുത്ത പൈസ തരും. സ്കൂട്ടറിന് വിഷയമല്ല, എന്റെ പൈസ നീ തരും എന്നില്ല ഉറപ്പ് തരണം. ഞാൻ രാഘവട്ടിന് കേരള പോലീസിൽ വിശ്വാസം ഉണ്ടോ? അവർ കണ്ടെത്തി തരും. അത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും വിറ്റ് കാശ് തരും. അത് നീ ഏക്കണം, ഇല്ലെങ്കിൽ എന്നെ അറിയാനാ. എന്നാ ഇപ്പൊ പോവാ. ഒരു മിനിറ്റ് എത്ര പൈസ തരാനുണ്ട്? അതും കൂടി ഒന്ന് പറഞ്ഞു. 14,600. എത്ര? 14,600. 14,600. 14,600. കൃത്യം. പലിശ എല്ലാം ചേർത്തല്ലേ? പലിശ ചേർത്ത് തന്നെ പറഞ്ഞു. ഇനി കൂട്ടരുത്. കൂടും. അതോ പലിശയുടെ കാര്യത്തിലോ? 8 ഉറുപ്പ്യ എടുത്തതാണ്. അതല്ല ആയിക്കോട്ടെ, അതങ്ങനെ തന്നെ. പിന്നെ വെറുതെ ഞാൻ സേവനം ചെയ്യാനായിട്ട് 8 റുപ്യ എടുത്തപ്പോൾ നിന്റെ ആവശ്യങ്ങൾ നടന്നില്ലേ സത്യം? പിന്നെ നീ എന്താ അങ്ങനെ രാഘവട്ടെ കുറ്റം പറയണം? അന്ന് നിനക്കല്ല ആവശ്യമില്ല. പിന്നെന്താ പറഞ്ഞ നീ ഏറ്റു. മറ്റൊന്നും വേണ്ട, ഞാൻ സഹായിച്ചിട്ട് ഇപ്പൊ ഞാൻ പോവാ. പൊക്കോ. ഹലോ, അതെ. ഓ സാർ, എത്താം. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണു. സത്യനെ നീ കൂടെ വാ. നീയും വാ. മാറ്റിക്കോ. മണ്ടും പെട്ടെന്ന് റെഡി ആയി വാ. എനിക്കെന്തിന്റെ കാര്യമാണോ? എവരെ സഹായിക്കാൻ നടന്ന് എന്റെ ജീവിതം ഒരു വഴിക്കായി. ഞാൻ ചോദിച്ചോ, ഈ ആ നാസറിനായിട്ട് ആ സ്ഥലത്തിന്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അത് 17 ഉറുപ്പിക്ക് ഉറപ്പിച്ച്. ആരോട് ചോദിച്ചിട്ട്? എന്നോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നോട് സംസാരിക്കണോ? ഞാനോട് പറഞ്ഞില്ലേ അത് കച്ചവടം നടത്താൻ പറ്റേ? 18 ഉറുപ്പ്യ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നാണ് അതിന്. ഈ എന്തിനെടുത്ത് കൊടുത്താ? ഇതിന്റെ സൂര്യന്റെ അനിയത്തിന്റെ കല്യാണം അടുത്ത മാസാണ്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് കായ് വേണ്ട സ്വർണം മേടിക്കാൻ. ഏടെ ചെങ്ങായി അങ്ങനെ ഉണ്ടെങ്കിൽ ഇജ്ജ് എന്നോടല്ലേ പറയാ? എനിക്ക് കായിന് ടേറ്റുണ്ടെങ്കിൽ എന്നോടല്ലേ മുമ്പ് പറഞ്ഞല്ലേ? കുത്തിരിക്കുന്നായി അവിടെ കുത്തിരിക്ക. അന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കായിന് ടേറ്റുണ്ടെങ്കിൽ എന്നോടല്ലേ പറയണ്ടത്? അതിന് ഈ മുതലങ്ങ് എടുത്തു കൊടുക്കുക. നീ എന്റെ കുട്ടികളുടെ കാര്യം വരുമ്പോ എന്താ ചെയ്യാ? നായേ എന്താ ചെയ്യായി? ആ വിറ്റക്ക് രണ്ട് കുട്ടികൾക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്ഥലം അങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ 18 ഉറുപ്പിക്ക് കിട്ടും, 18 ഉറുപ്പിക കിട്ടും. കുറെ മാസമായി ഇത് നിൽക്കാൻ തുടങ്ങി. എന്തിനാ കൊടുക്കണ്ടല്ലോ? അത് കൊടുക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്തേ? ഒന്നുമില്ല സാർ. ഒന്നുമില്ല. ഇതെന്താ അവിടെ കഥകളി കളിക്കാ? ഇല്ലല്ല. പിന്നെന്താ മോനിയാട്ടോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു കൂട്ടാക്കിക്കോ. ആ സ്ഥലം അവിടെ കിടന്നോട്ടെ. 2 മക്കൾ വളർന്നു വരുന്നുണ്ട് എനിക്ക്. അപ്പൊ 5 ലക്ഷം ഉറുപ്പിക നിങ്ങൾ സംഘടിപ്പിച്ചു തരും എനിക്ക് പണം മേടിക്കാൻ? ഇജത്തെ സംഘടിപ്പിച്ച് തരുമോ ചോദിക്കണ്? പിന്നെ ആരാ തരില്ല? എനിക്കൊരു ആവശ്യം വന്നാൽ പിന്നെ ആരാ സഹിക്കണ്ട്? മതി, നമുക്ക് വീട്ടിൽ സംസാരിക്കാം. വീട്ടിൽ നിന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ല. അതേ മര്യാദക്ക് ഇവിടെ കുത്തിയിരുന്നോ, ഇല്ലെങ്കിൽ എന്റെ പല്ല അടിച്ച് ഞാൻ പൊട്ടിക്കും. മനസ്സിലായിക്കോ? രസയ്യ വന്നേക്കണേ. ഞാൻ തൊപ്പിയും ഇതൊക്കെ ഊരി വെച്ച് അങ്ങോട്ട് ഈ കുടിയേക്കോ ആയോ? ശരിയാക്കിയാരാ എനിക്ക്? ഞാൻ സാർ എന്ത് സാറ് വിളിപ്പിച്ചത്? ഇരിക്കാൻ പറ്റേ ആരെങ്കിലും ഇരിക്കാൻ പറഞ്ഞേ. ഇപ്പൊ തൽക്കാലം അവിടെ സ്കൂട്ടർ കിട്ടിയോ സാറേ? സ്കൂട്ടർ കിട്ടും. സ്കൂട്ടറും കിട്ടും. സ്കൂട്ടർ കട്ട് കൊണ്ടുപോകാനേ കിട്ടും.
ഇക്കാ, പറഞ്ഞോടി. ഈ ചോദിച്ചില്ലേ സൈ നിങ്ങളാണ് പറയുന്നു അറിഞ്ഞൂടി. സത്യശീല, ആ നിങ്ങളെ വീടിന്റെ അവിടുന്ന് ആ തെക്കോട്ട് പോകുമ്പോ ഒരു ഫർണിച്ചർ ഷോപ്പില്ലേ? ആ സുലൈമാന്റെ ഫർണിച്ചർ ഷോപ്പ്. എന്താ എന്റെ പേര്? സുലൈമാന്റെ പാർട്ട്നേഴ്സ്. ആ അതന്നെ, പാർട്ട്ണർ. അവരവിടെ ഒരു CCTV വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടുണ്ടോ? ഇല്ല. ആ എന്നാ ഞങ്ങളത് കണ്ട്. ആ CCTVയിലേ നിങ്ങളെന്നാ പരാതി തന്നതിന്റെ തലേ ദിവസം ഒരു രാത്രി 12 മണിക്ക് സത്യശീലനും മന്മഥനും കൂടി ഈ പറഞ്ഞ സ്കൂട്ടറായിട്ട് അങ്ങോട്ട് പോണാണ്ടു. ആ CCTVയില് കണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ നിങ്ങള് തിരിച്ച് നടന്നിട്ട് അങ്ങോട്ട് പോരുന്നേ. സ്കൂട്ടറോടെ പോയി പഞ്ചറായി. പെട്രോളില്ല. പെട്രോൾ തീർന്നു സാർ. ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കുങ്ങള്. പഞ്ചറായോ? പെട്രോളും തീർന്നു, പഞ്ചറുമായി. പഞ്ചറായി അല്ലേ? അങ്ങനെയാണല്ലോ, പഞ്ചറാകുമ്പോ പെട്ടെന്ന് പെട്രോൾ തീരാറുണ്ടല്ലോ. അങ്ങനെയാണ്. അതെ. എന്നിട്ട് വണ്ടി എന്ത് ചെയ്ത്? വണ്ടി എവിടെ വെച്ച്? വണ്ടി എവിടെ വെച്ച്? വണ്ടി എവിടെ വെച്ച്? പെട്രോളൊക്കെ തീർന്ന് പഞ്ചറൊക്കെ ആയപ്പോഴേ. പറയടാ, നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾക്ക് അറിയില്ലേ? എവിടെയാണോ വെച്ചത്? എന്തൊരു ചോദ്യം ചോദിക്കുമ്പോ കറക്റ്റ് മറുപടി പറയാത്ത? അതെ, നിന്റെ ഇക്കായതുകൊണ്ട് പറയല്ല, പറഞ്ഞ മൂപ്പര് പറഞ്ഞ പോലെ ചെയ്യും. അതിന് മുമ്പ് സത്യം എന്താ ഇങ്ങോട്ട് പറഞ്ഞോളി, ഞാൻ ജീവനും കൊണ്ട് പോകാൻ കേക്ക്. എന്താ ചെയ്തെന്നുള്ളതൊക്കെ എനിക്ക് ഇവിടെ കൃത്യമായിട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും സാമൂഹ്യ ദ്രോഹികൾക്കോ കള്ളന്മാർക്കോ നിങ്ങൾ വണ്ടി മറിച്ച് വെച്ചിട്ടുണ്ടാവും. അവരാ വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു തമാടിത്തരം കാണിച്ചാലോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ വണ്ടി നഷ്ടപ്പെട്ടു എന്നുള്ള പരാതി കൊടുത്തേക്കാണ്. അല്ല സാർ, അല്ല. ഇടിച്ച് വാരിയല്ലേ ഞാൻ ഒരു മര്യാദക്ക് പറഞ്ഞോളി. അതല്ല സാറേ ചെയ്തത്, അതല്ല. ഞാൻ സത്യം പറയടാ. പറയട്ടെ. സത്യം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സത്യനെ നിവൃത്തിയില്ലാതെ ഒരുപാട് ബ്ലേഡും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതിൽ 10-15,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അയാളൊന്ന് പ്രശ്നം ഉണ്ടാക്കി, പൈസക്ക് ബുദ്ധിമുട്ടപ്പോ ഈ കയ്യിരുന്ന് സ്കൂട്ടർ കൊടുക്കാനായിട്ട് നമ്മൾ നോക്കി. അങ്ങനെ എന്റെ പരിചയക്കാരനെ സുഗതന്റെ അവിടെ കൊണ്ടുപോയി സ്കൂട്ടർ കൊടുക്കാൻ പോയപ്പോ സുഗത ആദ്യം 17,000 രൂപ പറഞ്ഞ് നമ്മൾ പറ്റൂലെന്ന് പറഞ്ഞപ്പോ 19 തരാന്ന് പറഞ്ഞു. അങ്ങനെ 19 തരാന്ന് പറഞ്ഞിട്ട് സുഗതൻ ഈ വണ്ടിയിൽ എന്തെങ്കിലും ഇതുണ്ടോ നോക്കാൻ വേണ്ടി പരിവാഹനിൽ കയറി നോക്കിയപ്പോ 86,400 രൂപ ഈ വണ്ടിക്ക് പെറ്റി വന്നിട്ടുണ്ട് സാർ. 86,000? അതെ സാറേ. അപ്പൊ അത് കൊടുക്കാൻ എന്റെ കയ്യിലില്ല. ഇല്ല. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് ആക്രിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് ആക്രിക്കട കൊണ്ടുപോയി. അവിടെ പോയപ്പോ ആക്രിക്കാരൻ പറഞ്ഞ് RT ഓഫീസിൽ നിന്ന് ഒരു പേപ്പറുണ്ട്, ആ പേപ്പർ കൊണ്ടുവന്നാലേ വണ്ടി പൊളിക്കാൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അത് ചോദിച്ച് RT ഓഫീസിൽ ചെന്നപ്പോ അവിടുന്ന് പറഞ്ഞ് ഈ 86,400 രൂപ പെറ്റി അടയ്ക്കണം, നിങ്ങൾ അടച്ചാലേ അത് തരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോ പറയടാ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ പറയടാ അങ്ങനെ പറഞ്ഞു. അന്ന് നല്ല രാത്രിയായിരുന്നു സാറേ. ആ ബാക്കിയുള്ള രാത്രിയൊക്കെ മോശമായിരുന്നോ? അപ്പോ നല്ല മഴയും. എന്റെ സിനിമ കഥയൊക്കെ നിർത്തിയിട്ടേ മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം വലിച്ചു വരും. ഇക്കാക്കന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് കേട്ടോ. വെറുതെ ചൂടാക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞോ. ആ പുഴയുണ്ടല്ലോ, ആ പുഴയുടെ മീതൊരു പാലം, നമ്മുടെ പാലം. ആ പാലത്തിന്റെ മുകളിൽ നിന്ന് സ്കൂട്ടർ ഞങ്ങൾ രണ്ടാളും കൂടെ താഴത്തേക്ക് തള്ളിയിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പെറ്റീഷൻ തന്നല്ലേ? എന്താ പെറ്റീഷൻ തന്ന നീ? തൊള്ളക്കേട്ട് അണ്ണാക്കിയ മാതികള് കേട്ടോ. പോലീസിനോട് കുട്ടികളി. സാറ് വേറെ രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലാതെ വന്നപ്പോ അങ്ങനെ ചെയ്താണ്. പോലീസുകാരെ കളിയാക്കാന്ന് വിചാരിച്ചല്ലേ? അല്ല സാർ, അല്ല, പറ്റിപ്പോയി, നിവൃത്തിയാണ് കൊണ്ട് പറ്റിപ്പോയാണ് സാർ. ഇനി എന്ത് ചെയ്യും സാർ? ഞങ്ങളെ രക്ഷിക്കണം. രക്ഷിക്കണം സകല തെമ്മാടിത്തരം ചെയ്ത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് രക്ഷിക്കണം എന്ന് പറയാ ഞങ്ങള്. സാറേ ഗതികേട് കൊണ്ടാണ് സാറേ, അത്രയും പൈസ നടക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഇങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കി. ഒരു കാര്യം ചെയ്യ്, ആ വണ്ടി തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ടേ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്ക് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആ കേസ് ഞങ്ങൾ ഒഴിവാക്കി തരാം. പിന്നെ വണ്ടി പുഴയെ തള്ളിയെന്ന് ഒരാളോടും പറയരുത് കേട്ടോ. പറഞ്ഞാ വിവരം അറിയും. പറയില്ല. സാറേ, എന്താ പോലെ ആ തൂതപ്പുഴ ഒരു സ്കൂട്ടർ കിട്ടിയിരുന്നു. ബോഡി ഇട്ടുണ്ടോ കൂടെ? ബോഡി ഒന്നുമില്ല, സ്കൂട്ടർ മാത്രം. നമ്പർ ഇട്ടിട്ടുണ്ടോ? ആ നമ്പർ ഉണ്ട്, 9212. അതിനല്ലേ? ചുവപ്പല്ലേ സാർ? ആ ചുവന്ന ആള്. നമ്പർ അറിയില്ല. അതന്നെ സാർ, അതന്നെ സാർ, അതാണ് 92. വണ്ടി വെറുതാണ്. അതേ താങ്കടി ചൊല്ല്, എന്നിട്ട് അതിന്റെ FIR ഒക്കെ തയ്യാറാക്കുക. ഞാൻ അങ്ങോട്ട് എത്താം കേട്ടോ. ഓക്കെ സാബിക്കോ.
ഈ വണ്ടി നമ്മളെ കൊണ്ടേ പോവും. ഞാൻ പറഞ്ഞ സത്യ ഈ അഴുക്ക ഐഡിയ കൂടുതൽ നാടകം കളിക്കണ്ട. സാറേ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? ഇനി എന്താ ചെയ്യാന്ന് ഞങ്ങളോട് ചോദിക്കണം. തന്റെ വണ്ടി കിട്ടിയില്ലേ? ഞാൻ കാശ് കൊണ്ട് കിടക്ക്. സാർ അങ്ങനെ പറയില്ലേ സാർ, അത്ര പൈസ ഒന്നും അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? സത്യശീലം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ, ആ വണ്ടി പുഴയിൽ എറിയണ അഴുക്ക ഐഡിയ വേണ്ട. ഞാൻ പറഞ്ഞ ഐഡിയ പ്രയോഗിച്ചാൽ മതി. ഞങ്ങൾ വേറെ ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞു എത്തുന്നു സാറേ. അതാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അതായത് എനിക്ക് 10-30 സെന്റ് സ്ഥലമുണ്ട്. എൻ്റെ പറമ്പിലേ JCB ഇട്ടിട്ട് കുഴി എടുത്തിട്ട് സ്കൂട്ടറിനായിട്ടൊക്കെ മൂടാന്ന്. എടോ അതൊക്കെ ആരെങ്കിലും അറിഞ്ഞ എല്ലാവരും കൊന്നു കുഴിച്ചു കൂടിയാന്ന് പറഞ്ഞാൽ അത് വേറെ വല്ല പ്രശ്നമായിട്ട് മാറും. പിന്നെ അങ്ങനെ പരാതി വരാതിരിക്കാനും ഞാൻ വേറെ ഐഡിയ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മണ്ണ് കുഴിക്കുമ്പോൾ സത്യൻ വില്ലേജ് ഓഫീസിൽ പോയിട്ടൊരു പരാതി കൊടുക്കണം. ഞാനിങ്ങനെ അനധികൃതമായിട്ട് മണ്ണ് ഇവിടെ നിന്ന് കടത്തി വേറെടുത്തോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ വില്ലേജിൽ നിന്ന് ആള് വന്നിട്ട് പറയും ആ കുഴി മൂടണമെന്ന്. അപ്പോൾ സ്കൂട്ടറും കൂടി ഇട്ട് മൂടാമല്ലോ. എന്താ അങ്ങനെ കുഴിച്ചിടാന്ന് വിചാരിച്ചാണ് സാറേ. അതെ, അപ്പോഴാണ് നിന്റെ പറയും. ആ ഐഡിയ ഒക്കെ നിങ്ങളുടെ കേട്ടോ, അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസിനെ ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ല. ആ അപ്പൊ അത് നമുക്കറിയില്ല. ആ വണ്ടി കിട്ടിയെന്നുള്ളതിന്റെ ഒരു ഇത് ഇവിടെ എഴുതി കൊടുത്തേക്ക് കേട്ടോ. ശരി ശരി, എന്നാ പോയിക്കോളി. ഒരാളുണ്ട്. സാർ വലിയ ആ ഉപകാരം. ഓ ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതോ എന്തൊക്കെ ഐഡിയ ആളുകളുടെ നോക്കി. എന്റെ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ കായ് എത്രയാ കൊണ്ടുപോയി അടച്ച്. സമയത്തിന് തോന്നണ്ടേ.